ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ഓണത്തിന് നമ്മുടെ മക്കൾക്കുള്ള പട്ടുപാവാട നമുക്ക് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്താലോ? പട്ടുപാവാട ടോപ്പ് ആർക്കും വളരെ ഈസിയായി ഡിസൈൻ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായി ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു പ്ലെയിൻ ടോപ്പും പാവാടയും എടുത്തിട്ടുണ്ട്. വീതിയുള്ള ഫ്ലീറ്റ് ഇട്ടിട്ടാണ് പാവാട സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ടോപ്പിന്റെ ക്ലോത്തിന് മാച്ചായി ഒരു കുഞ്ചലവും സ്കേർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ക്ലോത്തിൽ മാത്രമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നെക്ക് പോർഷനിലും താഴെ വരുന്ന പോർഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ടോപ്പ് ഞാൻ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്കേർട്ടിന് ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ ടോപ്പിൽ ഗോൾഡൻ കളർ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും കാണാൻ ഭംഗി. ടോപ്പിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് നോക്കാം. ഇതുപോലെ ഉള്ള ഫ്ലവർ വെച്ചിട്ടാണ് ടോപ്പ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു പഴയ നെറ്റ് ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്ത് എടുത്ത ഡിസൈനാണിത്. നിങ്ങളുടെ അടുത്തും ഇതുപോലെയുള്ള ഡിസൈൻസ് ഉണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഷോപ്പിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ത്രെഡ്, നീഡിൽ. എങ്ങനെയാണ് ഈ പഴയ നെറ്റ് ക്ലോത്തിൽ നിന്നും ഫ്ലവർ കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നീറ്റായി ഡിസൈൻ മാത്രം വരുന്ന വരെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം. ഈ ഗോൾഡൻ ത്രെഡ് കട്ടായി പോകരുത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഫ്ലവർ ഈ നെറ്റ് ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഫ്ലവർ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത 10 ഫ്ലവേഴ്സാണ് നമുക്ക് ആവശ്യം. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ടോപ്പിന് ഇതുപോലത്തെ 10 ഡിസൈനാണ് വേണ്ടത്. ടോപ്പിന് നെക്ക് പോർഷനിലും അതുപോലെ താഴെ ഈ പോർഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനായി ഒരു സൂചിയും നൂലും എടുത്ത് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഡിസൈൻ ടോപ്പിൽ തുന്നി പിടിപ്പിക്കാൻ നോക്കാം. ഫസ്റ്റ് ഡിസൈൻ എടുത്ത് ഇവിടെ വെച്ച് ബാക്കിൽ നിന്ന് ഇടവിട്ടിട്ടായി തുന്നി കൊടുത്താൽ അതവിടെ അറ്റാച്ച് ചെയ്ത് നിന്നോളും.
ബേബി ഫ്ലവർ തുന്നി കൊടുത്ത പോലെ തന്നെ ഇതും അതുപോലെ ചെയ്യാം. ഇപ്പോൾ നെക്ക് പോർഷൻ നമ്മൾ തുന്നി ചേർത്ത് കഴിഞ്ഞു. അടുത്തായി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഡിസൈൻ തുന്നി പിടിപ്പിക്കാം. എല്ലാ ഫ്ലവേഴ്സും തുന്നി പിടിപ്പിച്ചു. പ്ലെയിൻ ആയിട്ട് കാണുന്നതിലും ഭംഗിയാണ് ഒരു ഡിസൈൻ അതിൽ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഈസിയായ ഡിസൈൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.